റേബീസ് വാക്സിൻ്റെ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ മൂത്ത മോന് ഞാൻ വാക്സിനേഷൻ നൽകി. ഇളയാൾ മുമ്പ് എടുത്തിട്ടുണ്ട്, പോസ്റ്റ് എക്സ്പോഷറായിട്ട് കടിയേറ്റ ശേഷമാണ് അവൻ അന്ന് എടുത്തത്. അപ്പോൾ മൂത്ത ആൾ വാക്സിനേഷൻ എടുക്കാത്തതിനാലും മൂത്ത ആൾക്കും എനിക്കും വാക്സിനേഷൻ എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് റേബീസ് വാക്സിൻ എടുക്കാൻ ഞങ്ങൾ കാഷ്വാലിറ്റിയിലെത്തി. ഞാനിപ്പോൾ 3rd ഡോസ് ആവുന്നു, അവൻ 2nd ഡോസ് ആവുന്നതേ ഉള്ളൂ. അങ്ങനെ 3 ഡോസ് ഉണ്ട് വാക്സിനേഷന്. ശരിക്കും പറഞ്ഞാൽ 0, 7th ഡേ, 21 to 28th ഡേ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പട്ടിശല്യം രൂക്ഷമല്ലേ, പട്ടികടിയേറ്റുള്ള മരണങ്ങളും കൂടുന്നു, പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ ഒരുപാട് കൂടി വരികയാണ്. പട്ടികളുടെ എണ്ണം കൂടുതലാണ്. നമ്മുടെ സുരക്ഷ നോക്കുന്നതിന് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ആണ്. 3 ഡോസാണുള്ളത്. നമ്മൾ എടുക്കുന്ന അതേ വാക്സിൻ, പോസ്റ്റ് എക്സ്പോഷർ എടുക്കുന്ന സെയിം വാക്സിൻ പ്രീ എക്സ്പോഷറായിട്ട് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ശരീരത്തെ ആൻറ്റിബോഡീസ്, നമുക്ക് കടിയേക്കുന്ന സമയത്ത് ആവശ്യത്തിന് ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിൽ രോഗബാധയെ തടയാൻ പറ്റും, റേബീസ് ആയിട്ടുള്ള മരണങ്ങൾ തടയാൻ പറ്റും. അതുപോലെ ഇത് ഇൻഫെക്ഷനെ തടയുന്ന ഒന്നാണ് ഈ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ എടുക്കാം, ഒരു സൈഡ് ഇഫക്റ്റും ഇല്ല, വളരെ സേഫായ ഒന്നാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലരും കടിയേറ്റാൽ പറയാൻ മറന്നു പോകും. വിട്ടുപോയി കഴിഞ്ഞാൽ വളരെ ഗുരുതരമായി അവരുടെ ആരോഗ്യത്തെയും അവരുടെ ജീവനെ തന്നെ ബാധിക്കുന്ന ഒന്നല്ല. ശരിക്കും നമുക്ക് എല്ലാവർക്കും ആലോചിക്കാവുന്ന ഒന്നാണ് ഈ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത്.